ശ്രീ സന്ദീപ് വാര്യർ, ഇന്നിപ്പോ ലീഗിന്റെ വീടുകൾ വയനാട്ടിൽ പൂർത്തിയായിരിക്കുന്നു. 51 വീടുകൾ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വീടുകളിൽ ആദ്യഘട്ടത്തിലുള്ള 51 വീടുകളുടെ കൈമാറ്റം നടന്നിരിക്കുന്നു. അവരവരെ കയറി അവിടേക്ക് അതിലേറ്റവും മനോഹരമായ ഒരു ചിന്ത എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, നാട്ടുകാരടക്കമുള്ളവർ വരേണ്ടതില്ല, അവരവരുടെ സ്നേഹവും സന്തോഷവുമായി അവിടെ ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ടുള്ള എല്ലാ സൗകര്യങ്ങളും വീട്ടുപകരണങ്ങളും അടക്കം കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്നേഹമാതൃക എന്ന നിലയ്ക്ക് തന്നെയാണ്. നോക്കൂ, UDFന്റെ ഘടകകക്ഷിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിക്ക് പക്ഷെ അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഈ ചടങ്ങിനെ വളരെ സന്തോഷത്തോടെ മൂന്നാമതൊരാൾ എന്ന നിലയ്ക്ക് നോക്കി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. അവിടെയാണ് CPM ചോദിക്കുന്നത്, ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പോലും നിങ്ങൾ പ്രഖ്യാപിച്ച ഒരു പ്രൊജക്ടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പ്രതികരിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു സർക്കാരിനെ ദീർഘദൃഷ്ടിയോടെ നയിക്കാൻ കഴിയുന്നത് എന്ന് കേരള ജനത ചിന്തിച്ചിട്ടുണ്ടാകില്ലേ എന്ന്? അല്ലെ, വയനാട്ടിൽ CPM വല്ല വീടും ഉണ്ടാക്കിയിട്ടുണ്ടോ? CPM ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? അവിടെ എവിടെയാണ് അവർ വീട് പണിതിട്ടുള്ളത്? CPM ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. വേറെ പൊളിറ്റിക്കൽ പാർട്ടി, ഞങ്ങളൊരു പ്രതിപക്ഷത്തുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ്. യെസ്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി, അവർക്ക് അതിന് ചെയ്യാൻ സാധിച്ചു. അവർ ഞങ്ങളുടെ അലയാണ്, ഞങ്ങൾ സഖ്യേഷിയാണ്. ഞങ്ങൾക്ക് സന്തോഷവും അവർ ഞങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. പ്രത്യേകിച്ച് ബഹുമാനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി തങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു മാതൃക എന്ന് പറയുന്നത്, ഒരു ഉദ്ഘാടന സമയത്ത് അതല്ലെങ്കിൽ വീടുകളിൽ കയറി താമസിക്കുമ്പോൾ അതൊരു വലിയ കൊട്ടിഘോഷമൊന്നുമാക്കാതെ അവിടെയുള്ള ആളുകൾക്ക് അവരുടെ വ്യക്തിപരമായിട്ടൊരു ചടങ്ങാക്കി അതിനെ മാറ്റാൻ സാധിച്ചു. ഏറ്റവും മനോഹരമായിട്ടുള്ള, നിങ്ങൾ തന്നെ സൂചിപ്പിച്ച പോലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യമാണ്, ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാതൃകയാണ്. ഞങ്ങൾക്കത് സന്തോഷമുണ്ട്. ഞങ്ങളുടെ സഖ്യേഷി എന്നുള്ള നിലയ്ക്ക്, ഞങ്ങളുടെ ഏറ്റവും അടുത്ത പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ നിമിഷത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. മറുവശത്ത് ഞങ്ങളൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഞങ്ങളതിൻ്റെ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്, ഞങ്ങളതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവിടെ ചില ലീഗൽ ഇഷ്യൂസും അതുപോലെ തന്നെ ചില അനുമതികളുടെയും ആവശ്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ മിനിഞ്ഞാന്നും KPCCയുടെ ഭാരവാഹി യോഗം രാത്രി ഉണ്ടായിരുന്നു, ഓൺലൈൻ യോഗം ഉണ്ടായിരുന്നു. അതിന് നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ മിനിഞ്ഞാന്ന് ചെയ്തു തീർത്തിട്ടുണ്ട്. ഞങ്ങളത് മുന്നോട്ട് പോയി. ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. മറുവശത്ത് CPM എന്താ ചെയ്തിട്ടുള്ളത്? CPM ഈ വാചകമടിയല്ലാതെ എന്താണ് CPM ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ ഗവൺമെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ ഗവൺമെന്റിനെയും കോൺഗ്രസിനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഖജനാവ് കൈകാര്യം ചെയ്യുന്ന ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? സന്ദീപ് വാര്യർ, നിങ്ങൾ സർക്കാരിനെയും കോൺഗ്രസിനെയുമാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ഞാൻ ലീഗിനെയും കോൺഗ്രസിനെയുമാണ് താരതമ്യപ്പെടുത്തി നോക്കിയത്. ഒരു മുന്നണിയിലെ ഒരു ഘടകകക്ഷി, താരതമ്യേന വലിയ ഘടകകക്ഷി നടത്തിയ വാഗ്ദാനം പാലിക്കപ്പെടാതെ പോവുകയും ഒരു ചെറിയ ഘടകകക്ഷി വാഗ്ദാനം ചെയ്ത വാഗ്ദാനം അതിഗംഭീരമായി മനോഹരമായി പാലിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിലൊരു ഇച്ഛാശക്തി ഇല്ലേ? അതോ ലീഗ് നിങ്ങളെക്കാൾ കേപ്പബിൾ ആണ് എന്ന് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയാണോ? ഞാൻ മറുപടി പറയാം. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ സർക്കാർ, നിങ്ങളെപ്പോലെ തന്നെ സർക്കാർ സ്ഥലം തരുമെന്ന് പ്രതീക്ഷിച്ചു. ഞങ്ങൾക്ക് സ്ഥലം സർക്കാർ തന്നില്ല. സ്വാഭാവികമായിട്ടും ഞങ്ങൾ പണം മുടക്കി സ്ഥലം വാങ്ങേണ്ടി വന്നു. ഞങ്ങൾ പിരിച്ച പണം തികഞ്ഞില്ല. അവസാനം KPCCയുടെ കയ്യിലുള്ള പണം കൂടി എടുത്തുകൊണ്ട് ഞങ്ങൾ ഭൂമി വാങ്ങി. ആ ഭൂമി വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതിയും നിയമപരമായിട്ടുള്ള കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോരെ? അല്ല, പോരല്ലോ. അവിടെ പണി തുടങ്ങിയെന്ന് VD സതീശൻ നേതാവ് പറഞ്ഞിരുന്നുവല്ലോ. പണി തുടങ്ങി എന്ന് VD സതീശൻ പറഞ്ഞിരുന്നുവല്ലോ. പണി തുടങ്ങിയിരുന്നോ? അവിടുത്തെ പ്രാരംഭ പ്രവർത്തനങ്ങൾ, ഒരു വീടിന് നിർമ്മാണ പ്രവർത്തനം എന്ന് പറയുന്ന സമയത്ത് പണി തുടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ അനുമതി പത്രങ്ങൾ തയ്യാറാക്കലും മറ്റു കാര്യങ്ങളാണ് ആദ്യത്തെ കാര്യം. അത് കല്ലെടുത്ത് വയ്ക്കൽ മാത്രമല്ല, കല്ലെടുത്ത് വെച്ച് അവിടെ കല്ലിട്ടു. അവിടുത്തെ അനുമതി പത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നിരവധിയായിട്ടുള്ള സർക്കാരിന്റെ അനുമതികൾ ആവശ്യമുണ്ട്. ചില നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. അത് ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കും. എന്നുള്ളതാണ് ശരി. ഓക്കെ, ഞാൻ ശ്രീ SK സജീഷിലേക്ക് പോകാം. ശ്രീ SK സജീഷ, സർക്കാർ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങ് ഉന്നയിച്ച ആരോപണമാണല്ലോ ശ്രീ സന്ദീപ് വാര്യർ. കോൺഗ്രസിന്റെ കാര്യം പൂർത്തിയാക്കട്ടെ. ഞങ്ങൾക്ക് സർക്കാരിനെ ചോദ്യം ചെയ്യണം. സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന സമയം എന്താ? അവിടെ സർക്കാർ പണിത് കൊടുത്ത വീടുകളുടെ അവസ്ഥ എന്താ? മുഖ്യമന്ത്രി അവിടെ പോയി ഉദ്ഘാടനം നടത്തി, മഹാമഹം നടത്തി. ഇതാ ഞങ്ങൾ അവിടെ ഒരാൾക്ക് കയറി താമസിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താ? നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ? അപ്പോൾ സർക്കാർ ഈ സംസ്ഥാനത്തെ മുഴുവൻ ഖജനാവും കൈകാര്യം ചെയ്യുന്ന സർക്കാരിന് പോലും ഈ നിമിഷം വരെ ഒരാളെ കയറ്റി താമസിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ആരോപണം വന്നു, ആക്ഷേപം വന്നു. ലീഗിനെ പറ്റി ലീഗിനെ അഭിനന്ദിക്കണം. അപ്പൊ സർക്കാരിനെ കുറ്റം പറയുന്നില്ല, സർക്കാരിനേക്കാൾ ലീഗ് അവിടെ ചെയ്തു. UDFന്റെ ഘടകകക്ഷിയാ ഞങ്ങൾ. എന്തിനാ ലീഗിനെ കുറ്റം പറയുന്നത്? ലീഗ് ചെയ്ത് കാണിച്ചില്ലേ? സർക്കാരിന് പറ്റിയില്ല.
സർക്കാർ എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലല്ല, ഈ അത് ശരിയാണ്. സംസ്ഥാനത്തെ അല്ല, മുഴുവൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ അനുമതികളും ഒരു സർക്കാരിനെ നിമിഷം കുറ്റം കൊണ്ട് പറയുന്നത് പോലെ ചെയ്തെടുക്കാവുന്ന കോൺഗ്രസിനെ കുറ്റം സംവിധാനമല്ലേ? പറയാമല്ലോ. ആ കാരണം സർക്കാരിന് ലീഗിന് കഴിഞ്ഞില്ല. പറ്റി, സർക്കാരിന് കഴിയാത്തത് ലീഗിന് പറ്റി. അപ്പൊ കോൺഗ്രസിന് എങ്ങനെ? കുറ്റമുണ്ടാവുമല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ലീഗിന് സാധിച്ചത് കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് ഇല്ല. എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഞാൻ പറയാം, അതിന് മറുപടി പറയാം. സ്വാഭാവികമായിട്ടും ഏറ്റവും വലുത് ഫിനാൻഷ്യൽ റിസോഴ്സ് തന്നെയാണ്. ഞങ്ങൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ KPCCയുടെ പൈസ കൂടി എടുത്തുകൊണ്ട് ഞങ്ങൾ ഭൂമി വാങ്ങി അവിടെ കല്ലിട്ടു, അതിന് നിർമ്മാണ പ്രവർത്തനങ്ങളെ പ്രാരംഭം കുറിച്ച് അവിടുത്തെ അനുമതി നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരു പ്രൊജക്ട് ഓൺ ഗോയിങ് ആണ്, കോൺഗ്രസിന്റെ പ്രൊജക്ട് ഓൺ ഗോയിങ് ആണ്. ലീഗ് 51 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു, അത് കൈമാറി. അത് അവരെ അഭിനന്ദിക്കണം, ഹൃദയം തുറന്ന് അഭിനന്ദിക്കണം. സംസ്ഥാന സർക്കാർ ഒരു അനുമതിയും ആവശ്യമില്ലാത്ത എല്ലാ അനുമതിയും കോടിക്കണക്കിന് രൂപയുള്ള സർക്കാരിന് സാധിക്കാതെ പോയതിന്റെ ഉണ്ടായിരുന്നില്ല. എത്ര പണമെന്നോ ഏത് അക്കൗണ്ടെന്നോ ഏത് ആപ്പെന്നോ നിരന്തരം ചോദിച്ചിട്ട് അവർക്ക് മറുപടി ഇല്ലാത്ത പ്രശ്നമുണ്ടായിരുന്നില്ല. 5 കോടി രൂപയാണ് ആകെ പിരിച്ചു കിട്ടിയതെന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവനും CPM അടക്കം കടുത്ത പരിഹാസം ഉന്നയിച്ചിട്ട് പോലും പറയാതിരുന്നിട്ട് ഏറ്റവും അവസാനം 5 കോടി രൂപയാണ് പിരിച്ചു കിട്ടിയതെന്ന് പറയുമ്പോൾ ആപ്പ് എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. ഉണ്ടോ? ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ് മാധു. അത്തരം ചില ആഭ്യന്തര കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ഞങ്ങൾ ജനങ്ങളോട് പറയും. അത് ഞങ്ങളുടെ പ്രൊജക്റ്റീവാണ്, ഞങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടി പറയേണ്ട ഒരു ബാധ്യത ഞങ്ങൾക്കില്ല. ഒരു ബാധ്യത ഞങ്ങൾക്കില്ല. ആ കാര്യത്തിൽ നിങ്ങളോട് മറുപടി പറയേണ്ട ഒരു ബാധ്യതയും കോൺഗ്രസ് പാർട്ടിക്കില്ല. കോൺഗ്രസ് പാർട്ടിക്കില്ല. നിങ്ങൾ വിമർശിച്ചില്ലേ? കാര്യമില്ലല്ലോ. അതെന്താ? കാര്യമില്ലല്ലോ. അല്ല, അപ്പൊ CPMന്റെ വാദം നിങ്ങൾ അംഗീകരിച്ചോ? തട്ടിപ്പുകാരെന്ന നിങ്ങൾ ഇതിന് മറുപടിയായി വയനാട് ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുകാരെന്ന നിങ്ങൾ CPMനെ പരിഹസിച്ചില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത് ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലായിരുന്നോ? അതോ നിങ്ങൾ അത് അംഗീകരിച്ചോ? മാധു, കോൺഗ്രസിന്റെ ഫണ്ട് പിരിവ് സംബന്ധിച്ച് കോൺഗ്രസ് ഈ പ്രൊജക്ട് കഴിയുമ്പോൾ എത്ര തുക ചെലവാക്കിയെന്ന് സംബന്ധിച്ച് അണാപ്പൈ വ്യത്യാസമല്ല. ഈ പ്രൊജക്ട് കഴിഞ്ഞിട്ടില്ലല്ലോ, ഓൺ ഗോയിങ് പ്രൊജക്ട് അല്ലേ. ആ പ്രൊജക്ട് കഴിയുന്ന സമയത്ത് അണാപ്പൈ വ്യത്യാസമില്ലാതെ എവിടുന്ന് ഏതൊക്കെ രൂപ മാസങ്ങളോളം ചോദിച്ചിട്ട് മിണ്ടാൻ പറ്റുമോ നിങ്ങൾക്ക്? ഏത് അക്കൗണ്ട് എന്ന് ചോദിച്ചിട്ട് മിണ്ടാൻ പറ്റുമോ? ഏത് ആപ്പ് എവിടെയെന്ന് ചോദിച്ചിട്ട് മിണ്ടാൻ പറ്റുമോ? ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒന്നിന് മറുപടി ഉണ്ടായിരുന്നോ? വാഗ്ദാന ലംഘനങ്ങളുടെ ഈ പരമ്പര മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നത്. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് CPM ചോദിച്ചില്ലേ? നിങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നോ? മാധു നിരന്തരമായി ചോദ്യം ചോദിച്ച് വായടപ്പിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി ഞങ്ങൾക്ക് ചില റൈറ്റ് ഉണ്ട്. ഞങ്ങൾ കൃത്യമായിട്ട് ഈ വീട് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനുള്ള മുഴുവൻ കണക്കുകൾ ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കും. അതൊന്നും ഞങ്ങൾ മാറുകയൊന്നുമില്ല. ഞങ്ങൾക്ക് എത്ര രൂപ വന്നു, ഞങ്ങൾ എങ്ങനെ ചെലവാക്കി, ഏതൊക്കെ രൂപ ഞങ്ങൾ കഴിയുന്ന ഈ പ്രൊജക്ട് ഓൺ ഗോയിങ് ആണ്. ഒറ്റ മിനിറ്റ് ആണല്ലോ. ശരി, ഒരു മിനിറ്റ്. ഞാൻ ശ്രീ SK സജീഷിലേക്ക് കൂടി പോയിട്ട് എനിക്കൊരു ഇടവേളയും അനിവാര്യമാണ്. അല്ല, സമയം പോയിരിക്കുന്നു. ഇടവേള. Debate with Madhu Saji.